ദേശവിരുദ്ധത മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുമെന്നും ഈ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങൾ കാർക്കിച്ചു തുപ്പുമെന്നും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതിൽ പറയുന്നത്. മീഡിയ വണ്ണിൽ വന്ന ന്യൂസ് എന്ന് പറയുന്നത് മതസ്പർദ്ധ വളർത്തുന്നു, അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന കമന്റിനെതിരെ കംപ്ലൈന്റ്. ഇതെങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന കമന്റ് മാത്രമാവുന്നു? അതിൽ പക്ക ദേശവിരുദ്ധതയല്ലേ കൊടുത്തിരിക്കുന്നത്. മീഡിയ വൺ പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാണുന്ന ഒരു ചാനലിന് എങ്ങനെ ഇതിനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന കമന്റ് എന്ന് കുറച്ച് കാണാൻ പറ്റുന്നത്? അവന്റെ ഫോണ് അവന്റെ റൂമിലുള്ള ഏതോ സംഖി ഫോൺ എടുത്തിട്ട് സംഖി ഇട്ട കമന്റാണ്, അവന്റെ ഫോൺ എടുത്തിട്ടിട്ട കമന്റ് ആണെന്ന് ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. പിന്നെയും ഇതേ രീതിയിൽ തന്നെ ഞാനിട്ട കമന്റ് ആണ്, എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവൻ പിന്നെയും പലയിടങ്ങളിൽ ഞങ്ങളുടെ കമന്റുകൾക്കും ഞങ്ങളുടെ പോസ്റ്റുകൾക്കും ഒക്കെ അടിയിൽ വന്ന് ഈ സെയിം രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇത് ഡയറക്റ്റ് കേസ് ഏറ്റെടുക്കാൻ അങ്ങനെ പറ്റില്ല. നമ്മളൊരു സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ആളെ കണ്ടുപിടിച്ച് ആളുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ആളുടെ മറ്റെന്തെങ്കിലും രീതിയിൽ അങ്ങനെ ആൾക്ക് അങ്ങനെ തീവ്രവാദ ബന്ധമുള്ളതായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് തെളിവ് കിട്ടിയാൽ മാത്രമേ എന്നെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ഒരു കമന്റിന്റെ പേരിൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അതെന്താ, ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിംസും രണ്ടാണോ? ഇവരെല്ലാവരും എല്ലാ മതത്തിനും അപ്പുറത്തേക്ക് ഇന്ത്യക്കാരല്ലേ, ഭാരതത്തിലെ ജനങ്ങളല്ലേ, ഭാരതമാതാവിന്റെ മക്കളല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നാൽ മതി എന്ന് അത്രയും ആത്മാർത്ഥതയോടുകൂടി ഇന്ത്യയിൽ നിന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിംസ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് വേറെ രാജ്യം മതത്തിന്റെ പേരിൽ വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോഴും അവരുടെ കൂടെ പോകാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ രാജ്യം മതി എന്ന് പറഞ്ഞ് ഇവിടെ നിന്നവരാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഈ കമന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. പിന്നെ PC ജോർജ്, അദ്ദേഹത്തെ എനിക്ക് കുഞ്ഞിലെ മുതൽ, അത് ഞാൻ BJP-യിലേക്ക് വരുന്നതിന് മുന്നേ, BJP എന്താണെന്ന് പോലും അറിയുന്നതിന് മുന്നേ, ഞാൻ LP UP ഹൈസ്കൂൾ ആ ഒരു ടൈമിലൊക്കെ, അന്ന് ബാലവൂലൊക്കെ ഉള്ളൂ. അന്ന് പാർട്ടിയോട് നമുക്ക് വലിയ കണക്ഷനില്ല. അന്ന് മുതലേ അന്നും ഇന്നും എന്നും എനിക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ PC ജോർജിന്റെ ഫാനാണ്. ഇനി സ്കൂളിൽ പോകണ്ട, വീട്ടിലിരുന്നും പഠിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്രിഷ് ഓൺലൈൻ സ്കൂൾ. മുഹമ്മദ് സനൂഫ് എന്നൊരാളെ ദേശവിരുദ്ധ കമന്റ് ഇട്ടതിന്റെ പേരിൽ 1 വർഷത്തിന് ശേഷം നമ്മുടെ പോലീസ് എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് UAPA ചുമത്തുന്നു. ഇപ്പോൾ അകത്താണ്. ഇതിനൊക്കെ കാരണക്കാരിയായ അല്ലെങ്കിൽ ആ ഒരു ദേശവിരുദ്ധ കമന്റ് ഇട്ടതിന് പരാതി നൽകിയും കാത്തിരുന്ന് 1 വർഷത്തിന് ശേഷം അയാൾ അകത്താവാൻ കാരണക്കാരിയായ അദീന ആൻ അലക്സ് അല്ലെങ്കിൽ അദീന ഭാരതി. വെൽക്കം അദീന. ആ കഥയൊന്ന് പറയാവോ? അത് 2025 പഹൽഗാം ഇഷ്യൂ കഴിഞ്ഞ് നമ്മളെല്ലാവരും അത്രയും സങ്കടത്തോടുകൂടി ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ നമ്മൾ അന്നാ മരിച്ച നമ്മുടെ സഹോദരന്മാരെ പറ്റി ഓർത്തിട്ടാണ് കിടക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. രാജ്യമെമ്പാടും വളരെയധികം ആ ഒരു കാര്യത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തെ ഹൈന്ദവരെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയും പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മറ്റെല്ലാ കമൻസിലും നിന്നും വ്യത്യസ്തമായിട്ട് ഇത് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, സ്വന്തം ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമൻറ്റ് വന്നേക്കുന്നത്. മാത്രമല്ല അതിൽ അത്രമേൽ വൈരാഗ്യവും ഭയങ്കര ഒരു ദേഷ്യവും അങ്ങേയറ്റത്തെ ദേശവിരുദ്ധതയൊക്കെ ഉണ്ട്. അതും ഒരു മലയാളി കമൻറ്റ് ചെയ്തിരിക്കുന്നു, മലയാളത്തിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു. ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആളുടെ പ്രൊഫൈലിൽ കിടക്കുന്നത് ഇന്ത്യയുടെ ഫ്ലാഗ് അല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ കമന്റ്, എനിക്ക് ആദ്യം വേറെ 2-3 പേരാണ് അയച്ചു തന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ഭാഗം കട്ടിങ് മാത്രമുള്ള റീലായിരുന്നു അത്. ആ റീലിന്റെ താഴെ വന്ന കമന്റ് ആണ് അത്. ആരതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് മരിച്ച നമ്മളുടെ രാമചന്ദ്രൻ സാറിന്റെ മകള് ആ സംഭവത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായിട്ട് ന്യൂസ് ചാനലുകൾക്ക് കൊടുക്കുന്ന ഒരു ബൈറ്റ് ആയിരുന്നു. ആ ബൈറ്റ് എല്ലാ ചാനലുകളും പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പോസ്റ്റ് ചെയ്തിരുന്ന ആ ബൈറ്റിന്റെ റീലിന്റെ അടിയിലാണ് ഇങ്ങനൊരു കമന്റ് വരുന്നത്. അപ്പോൾ ഈ കമന്റ് ഇട്ടതിന് ശേഷം അയാൾക്ക് ഒരുപാട് പേര് ആ കമന്റിന്റെ അടിയിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ റിപ്ലൈ കൊടുക്കുന്ന ആളുകളോടെല്ലാം അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തോടു കൂടിയും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നിട്ടുമാണ് അയാൾ പിന്നെയും റിപ്ലൈ കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? ആ ഒരു കമന്റ് ഇങ്ങനെയാണ്. ആ കമന്റ് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫീറിനെ കൊന്നു കളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല.
നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. അതെ, അതിനകത്ത് സ്ട്രൈക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറും, ഇന്ത്യയിലുള്ള മുസ്ലിംസിനെ സംരക്ഷിക്കും. 3, ഇന്ത്യയെ മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് ആർക്കിച്ചു തുപ്പും. എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തതും എനിക്ക് അത്രയും ട്രിഗർ ആയതുമായിട്ടുള്ള ആ ഒരു പോർഷൻ അതാണ്. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആർക്കിച്ചു തുപ്പുമെന്ന് എങ്ങനെയാണ് മലയാളിക്ക്, അതായത് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ വളർന്ന ഒരാൾക്ക്, അയാൾ പഠിച്ചത് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിലായിരിക്കും, അയാൾ ഉണ്ടത് ഇവിടുത്തെ ചോറാണ്, അയാളുടെ വാപ്പയും ഉമ്മയും ഒക്കെ ഇപ്പോഴും ജീവിക്കുന്നത് മലപ്പുറത്താണ്, ഈ നാട്ടിലാണ്, അവരെ സഹായിക്കുന്നത് ഇവിടെയുള്ള ആളുകളാണ്. അപ്പം നമ്മുടെ പോലീസുകാർ അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർ ഭയങ്കര സെന്റിമെന്റ്സ് ഇറക്കി, ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യമുള്ള കുടുംബമാണ്, നമുക്ക് കുറെ കടം കയറിയിട്ട് കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് മോൻ സൗദിയിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ അവർ ഭയങ്കര. അപ്പോൾ ഈ ഒരു കമന്റ് കണ്ട് ഉടനെ തന്നെ കംപ്ലൈന്റ് ചെയ്യാണ് ചെയ്തത്. അന്ന് തന്നെ കംപ്ലൈന്റ് ചെയ്തു. കാരണം അവൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമായിരുന്നു. എന്റെ ഫോണിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താലേ എനിക്കത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പോയി കമന്റ് കണ്ടുപിടിച്ച് അത് സ്ക്രീൻഷോട്ട് എടുത്തു. ആക്ച്വലി ഇത് എനിക്ക് വേറെ 2-3 പേരെ അത് അയച്ചു തന്നിരുന്നത്. പോയി സ്ക്രീൻഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഇതിനകത്ത് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പം ഞാൻ 2-3 ഓഫീസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, അത് കൊടുത്തോ. അപ്പോൾ എന്നെ ഇത് ഡയറക്റ്റ് കേസ് ഏറ്റെടുക്കാൻ അങ്ങനെ പറ്റില്ല. നമ്മളൊരു സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ആളെ കണ്ടുപിടിച്ച് ആളുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ആളുടെ മറ്റെന്തെങ്കിലും രീതിയിൽ അങ്ങനെ ആൾക്ക് അങ്ങനെ തീവ്രവാദ ബന്ധമുള്ളതായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് തെളിവ് കിട്ടിയാൽ മാത്രമേ എന്നെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ഒരു കമന്റിന്റെ പേരിൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ പ്രൊസീജിയർ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം തൊടുപുഴ DYSP ഓഫീസിലാണ് കൊടുത്തത്. അപ്പൊ കൊടുത്തപ്പോൾ ഇതൊരു സൈബർ കേസ് കൂടി ആയതുകൊണ്ട് അവർ പറഞ്ഞു മുട്ടം അവിടെ എൻ്റെ വീട്ടിലിരുന്നാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ആ ലോക്കലിലുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്കിത് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ആ കംപ്ലൈന്റ് അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്തത്, ആ പെറ്റീഷൻ. അങ്ങനെ മുട്ടം പോലീസ് സ്റ്റേഷനിൽ അന്ന് ഉണ്ടായിരുന്ന സാറുമാർ അവർ മലപ്പുറത്ത് പോയി അവൻ്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നു. എന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് സംസാരിച്ചു. ഇങ്ങനെയാണ് ഞങ്ങൾ പോയിരുന്നു, കണ്ടിരുന്നു. അപ്പോൾ ആ പാരൻസ് ഇങ്ങനെയാണ് പറഞ്ഞത്, അവർ പഴയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നാൽ മതി എന്ന് അത്രയും ആത്മാർത്ഥതയോടുകൂടി ഇന്ത്യയിൽ നിന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിംസ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് വേറെ രാജ്യം മതത്തിന്റെ പേരിൽ വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോഴും അവരുടെ കൂടെ പോകാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ രാജ്യം മതി എന്ന് പറഞ്ഞ് ഇവിടെ നിന്നവരാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഇവൻ ഈ കമന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് മീഡിയ വണ്ണിൽ വന്ന ന്യൂസ് എന്ന് പറയുന്നത് മതസ്പർദ്ധ വളർത്തുന്നു അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന കമന്റിനെതിരേക്ക് നമ്മൾ ഇതെങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന കമന്റ് മാത്രമാവുന്നു? അതിൽ പക്ക ദേശവിരുദ്ധതയല്ലേ കൊടുത്തിരിക്കുന്നത്. മീഡിയ വൺ പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാണുന്ന ഒരു ചാനലിന് എങ്ങനെ ഇതിനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന കമന്റ് എന്ന് കുറച്ച് കാണാൻ പറ്റുന്നത്? അതിൽ പക്ക ദേശവിരുദ്ധതയാണ്. ദേശവിരുദ്ധത മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുമെന്നും ഈ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആർക്കിച്ചു തുപ്പുമെന്നും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതിൽ പറയുന്നത്. അത് കൃത്യമായ രാജ്യവിരുദ്ധതയാണ്. അതിനെ എങ്ങനെ ഇവർക്ക് മതസ്പർദ്ധ വളർത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നത്? അതെന്താ, ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിംസും രണ്ടാണോ? ഇവരെല്ലാവരും എല്ലാ മതത്തിനും അപ്പുറത്തേക്ക് ഇന്ത്യക്കാരല്ലേ, ഭാരതത്തിലെ ജനങ്ങളല്ലേ, ഭാരതമാതാവിന്റെ മക്കളല്ലേ. അപ്പൊ ഇതിനെ മതവുമായിട്ട് എങ്ങനെ മാത്രം ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് UAPA എന്ന് പറയുന്ന ഒരു ആക്ട് 1967 എങ്ങോണ്ടോ കൊണ്ടുവന്നതൊക്കെ. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ അവരന്വേഷിച്ചപ്പോ പറഞ്ഞു ആള് സൗദിയിലാണ്, നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ നിയമ സംവിധാനം അതിന് ഇതില്ല. അപ്പൊ ആള് തിരിച്ചു വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുശേഷം ആള് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ എവിടെയാണുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആളുടെ കാര്യം അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും എനിക്ക് വേറെ 2-3 പേര് ഇവൻ വേറൊരു ഇതേ പേരിൽ തന്നെ വേറെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് ഇതേ പാറ്റേണിൽ തന്നെ എല്ലായിടത്തും പോയി ഇങ്ങനെ തന്നെ കമന്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരു അക്കൗണ്ട് തുടങ്ങുന്നു. നമ്മൾ പിടിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടു എന്ന് അറിയുമ്പോൾ അവൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും. അല്ല, ഇവിടെയാണ് തമാശ. ആ കമന്റ് പോലും ഫേക്ക് ആണെന്നും വേറെ ആരോ ചെയ്തതാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇപ്പോഴും പറയുന്നത്. അവന്റെ ഫോണ് അവന്റെ റൂമിലുള്ള ഏതോ സംഖി ഫോൺ എടുത്തിട്ട് സംഖി ഇട്ട കമന്റാണ്, അവന്റെ ഫോൺ എടുത്തിട്ടിട്ട കമന്റ് ആണെന്ന് ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? ഈ സംഭവം കഴിഞ്ഞ് 1 വർഷമായി. ഈ 1 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ ഇട്ട കമന്റ് അല്ലെന്ന്. പിന്നെയും ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇട്ട
കമന്റ് ആണ്, എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവൻ പിന്നെയും പലയിടങ്ങളിൽ ഞങ്ങളുടെ കമന്റുകൾക്കും ഞങ്ങളുടെ പോസ്റ്റുകൾക്കും ഒക്കെ അടിയിൽ വന്ന് ഈ സെയിം രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതുകൊണ്ടാണ് എന്താ പറയാ, ആദ്യം അവർക്കൊരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു, അവന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇനി അബദ്ധത്തിലെങ്ങാനും ഇട്ടതാണോ എന്നുള്ളൊരു ചിന്തയും ഇനി വേറെ ആരെങ്കിലും ഇട്ടോന്നാണോ എന്നൊക്കെ. പക്ഷെ ആ ചിന്തകളെല്ലാം മാറിയത് റിപ്പീറ്റേഷൻ കാരണം. അവൻ വീണ്ടും ഇത് തന്നെ. കാരണം അവൻ ആ പറഞ്ഞതിൽ അവന് യാതൊരു കുറ്റബോധവും. എന്നെ ഒരുപാട് വട്ടം ട്രിഗർ ചെയ്തു. ഒരുപാട് വട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം ഞാൻ എൻ്റെ പോസ്റ്റുകളുടെ അടിയിൽ വന്ന് അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളുടെ അടിയിൽ വന്നിട്ട് എൻ്റെ പേരടക്കം മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്, ഞാനിവിടെയാണ്, എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ആളുകൾ വരും, യുദ്ധം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവൻ്റെ വേറൊരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് വരുന്ന ഹൈലൈറ്റ്സ് സ്റ്റോറീസ് ഒക്കെ. അതിനകത്ത് പാലസ്തീൻ്റെ ഫ്ലാഗുള്ള ഒരു ആർമിയുടെ യൂണിഫോം ഇട്ട് മുഖമൊക്കെ മൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ അടിയിൽ ഒരു പാസേജ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ 2-3 സ്റ്റോറീസാണ് കാണുന്നത്. യുദ്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കോട്ട്സ്, പിന്നെ അതുപോലെ ഖുറാനിലുള്ള കുറേ കോട്ട്സ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് പേടിയാവും. ഇതൊന്നും ആരും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ കൂട്ടത്തിൽ എത്രയോ ഒരുപാട് അവർക്ക് പോലും ഒരു അല്ലെ അപവാദമായിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇതിന്റെ ഇടയിൽ മറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ എവിടെയോ ഒരിക്കലും വായിച്ചതാണ്, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ വരുന്നവരെല്ലാവരും അതിൽ നിന്നാണ് എന്ന് കാണുമ്പോൾ അതിനകത്തെ നല്ലവരെയും ചീത്ത ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ്. അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇതുപോലെ ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലണം എന്ന് പറയുകയും ഇന്ത്യയിൽ മതം നോക്കി കൊല്ലുകയും ആളുകളുടെ വസ്ത്രം അഴിച്ചു നോക്കിയിട്ട് അവൻ ഏതു മതത്തിൽപ്പെട്ടവനാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യം വന്നിട്ട് ഇന്നും ഇവിടുത്തെ പല ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് വരുത്തി തീർക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരുപാട് കോമാളികൾ നമ്മുടെ ചുറ്റിനുണ്ടെന്നുള്ളത് അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ. അവർ കണ്ണടച്ച് പകലിനെ ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, സുനിലേട്ടൻ്റെ ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്, 25,000 പേരോളം ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ പുറത്ത് ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട കുറേ പേര് ഇപ്പോൾ തിരിച്ചു വരാൻ ഭയന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 126 പേരോളം ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യൂസ് വരെ ഇപ്പോൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ എന്തോ ഒരു കമന്റ് ഇട്ടതിന്റെ ഒരു പേടി ഉള്ളിൽ തട്ടിട്ട് വന്നിറങ്ങുമ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അപ്പൊ അതിനെ പോലത്തെ ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയിപ്പോ എല്ലാവരും ഒരു മാറ്റം ഉണ്ടാവില്ല ഇതോടുകൂടി. എനിക്ക് ഒരുപാട് പേര് ഇതുപോലത്തെ കമന്റ്സ് അയച്ചു തന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു പറയാം. ഇപ്പം ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തു, അത് ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് അവർ അതിന്റെ സീരിയസ്നെസ്സിൽ എടുത്ത് രണ്ടാമത് പിന്നെയും വേറൊരു കംപ്ലൈന്റ് കൊടുത്തു, അതിൻ്റെതായ സീരിയസ്. ഞാൻ തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കേസെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവർക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇത് ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളായ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനകത്ത് ഒരു പൊളിറ്റിക്സും ഇല്ല, ഒരു പാർട്ടിയും ഇല്ല, ഒരു ഡെസിഗ്നേഷനും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് നിന്നിട്ട് വളരെ ഞാൻ വക്കീലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയതാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും അല്ല. അതിനെ ചെറിയ കുട്ടിയാണ് ഇപ്പൊ B.Ed ഒക്കെ പഠിക്കുന്നത്, അത് B.Ed പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മൾ അത്തരത്തിലൊരു ദേശവിരുദ്ധ കമന്റ് കണ്ടു, നമ്മളുടെ പൗരബോധം നമ്മളെ അത് കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു, ഞാൻ പോയി കൊടുത്തു. ഇത് എല്ലാവർക്കും ചെയ്യാം. നിങ്ങളുടെ കണ്ണിൽ ആരാണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ ഇതുപോലുള്ള ഒരു കമന്റ് പെടുകയാണെങ്കിൽ അത് ഇപ്പൊ നമ്മളെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആർക്കും എതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കാം, അത് സൈബർ കേസിൽ പെടും. പക്ഷെ ഇത്തരത്തിലൊരു ദേശവിരുദ്ധ കമന്റ് നമുക്കെതിരെയല്ല, ദേശത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെതിരെ ഇത്തരമുള്ള കമന്റുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് മേൽ സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കും കൊണ്ട് കംപ്ലൈന്റ്. ഇവിടെയാണ് പ്രശ്നം. ആൾക്കാർ പറയുന്നത് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൂടാ എന്നുള്ളൊരു ധാരണ. പക്ഷെ ഇവരുടെ വിവരമില്ലായ്മയാണ്, ഇതൊരു UAP പെടുന്നതാണെന്നുള്ള വിവരമില്ലായ്മയാണ്. ഞാൻ 2-3 കമന്റ്സ് മീഡിയ വണ്ണിന്റെ ന്യൂസ് ചാനലിന്റെ അടിക്കണ്ടു. അഭിപ്രായ പ്രകടനം നടത്തിയതിനാണോ അയാൾ അഭിപ്രായ പ്രകടനം നടത്തിയതിനല്ല കുറ്റം പറഞ്ഞു. അയാൾ പറഞ്ഞ ആ അഭിപ്രായം എന്താണെന്നുള്ള, അങ്ങനെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാവോ? ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ ഒരു പുരുഷന് ഏത് രീതിയിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അയാൾക്ക് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. എന്നും പറഞ്ഞാൽ അയാൾക്ക് കൺസെന്റ് ഇല്ലാണ്ട് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരാളുടെ മുതൽ നമുക്ക് അയാളുടെ സമ്മതം ഇല്ലാണ്ട് കട്ടോണ്ട് പോകാൻ പറ്റുമോ?
എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഫ്രീഡം, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഡ്യൂട്ടീസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഒരു സിറ്റിസൺ ആണെന്നുള്ള നിലയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന റൈറ്റ്സ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ഡ്യൂട്ടീസ് കൂടി നമ്മൾ അറിയേണ്ടത്. നമുക്ക് തരുന്ന ഫ്രീഡം, നമുക്ക് കിട്ടുന്ന റൈറ്റ്സിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാം. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായി തോന്നുന്ന എന്തും വിളിച്ച് പറയാമോ? മറ്റൊരാളെ നമുക്ക് ബോഡി ഷെയിം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി അപവാദം പറഞ്ഞു വരുത്താൻ പറ്റുമോ? അത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ? അതുപോലെ അത് ഒരു എക്സ്പ്രഷൻ മാത്രമല്ല, അയാൾ സ്റ്റേറ്റ് ചെയ്യാണ്, ഇങ്ങനെ ഞങ്ങൾ ചെയ്യും, ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്, ഇത് ഞങ്ങൾ ചെയ്യും എന്ന് അയാള് എക്സിക്യൂട്ടീവ്. അല്ല, നമ്മളിപ്പോ പറയാറുണ്ട്, ഇപ്പൊ തീവ്രവാദികൾ തോക്കെടുത്ത് വെടിവെക്കുക, ബോംബിടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്താലും ഇതിനേക്കാളും ഡേഞ്ചർ ആണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരെ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന കുറെ ആളുകൾ. ഈ ഒരു മതസ്പർദ്ധ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇവർക്കൊരു മരുന്നിട്ട് കൊടുക്കുന്ന പോലെയാണല്ലോ ആക്ച്വലി ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവരെ സപ്പോർട്ടിങ്. ഇത് പറയുന്ന ഒരാളാ. അതെ, തോക്കെടുത്ത് വെടിവെക്കുന്ന 10 പേരാണെങ്കിൽ ഇവിടെ 100 പേരാണ് ഇതിന് സപ്പോർട്ടും എല്ലാം കൊടുക്കുന്ന, പൈസയാണെങ്കിലും എന്താണെങ്കിലും ഫണ്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ യുവതലമുറയെ ഇല്ലാതാക്കാനും വേണ്ടി ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടെ PFI പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട്. PFI നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ STP ആയിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഇതിന് ഫണ്ട് ചെയ്യുന്ന ആളുകളുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ തൊട്ടടുത്ത പോലുള്ള സ്ഥലങ്ങൾ ഇവരുടെ കേന്ദ്രമാണ്. കേരളത്തിൽ ഇന്നും പലയിടങ്ങളുണ്ട് പോലീസിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത, നമ്മുടെ കൊച്ചി പോലീസിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത അത്രയും ഭീകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇതിനൊക്കെ കൃത്യമായി ഫണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ എല്ലാം ഇത് ഒരാളിത് പറഞ്ഞു, ഒരുപക്ഷെ അയാളുടെ ഉള്ളിലെ അഗ്രസീവ്നെസ് കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങേറ്റത്തെ കോൺഫിഡൻസ് കൊണ്ട്, അവൻ ഇന്ത്യയിലല്ലല്ലോ സൗദിയിലാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണ് എന്നുള്ള ബോധം അവനില്ലാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം. പ്രത്യാഘാതം എന്താന്നുള്ള ബോധം ഇല്ലല്ലോ. കാരണം ഇപ്പൊ UAPA ചുമത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണയിൽ ഒന്നുമില്ല, ഇത് തെളിയുന്നത് വരെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ആ ബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവനിത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്നത് പറഞ്ഞാൽ ഇന്ന രീതിയിൽ പിടിക്കപ്പെട്ടേക്കാം എന്ന ബോധമുള്ള ആളുകളുണ്ട്, ഇവനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതത്തെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന, എന്നാൽ ഇതേ ചിന്താഗതിയുള്ള നല്ല ബുദ്ധിബോധമുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരിത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നെയും ചേച്ചിയെയും നമുക്ക് ഫുഡ് ഷെയർ ചെയ്യുന്ന, എന്നാൽ ഇതേ ചിന്താഗതിയുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അവർ പുറമെ ആക്ട് ചെയ്യാണ്, അവരുടെ ഉള്ളിലുള്ളത് മറ്റെന്തൊക്കെയോ ആണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഈ ന്യൂസ് ഒക്കെ വരുന്നതിൻ്റെ അടിയിൽ ഇതിനെ ബാലൻസ് ചെയ്യാനും ഇതിനെ ന്യായീകരിക്കാനും സ്വന്തം പ്രൊഫൈലിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് താലിബാനെ വരെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ അവരുടെയൊക്കെ വിചാരം അവർ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അത് സൈബർ ക്രൈമിന് അപ്പുറത്തേക്ക് എന്ത് കേസ് അവർക്കെതിരെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവർ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അതിനൊക്കെ എവിടെ നിന്നാണ് ഈ ഒരു ധൈര്യമൊക്കെ? അതിനോട് ഒരു പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയാം. ആരാണ് അച്ഛൻ, ആരാണ്, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമാവുന്നു. August 2-ന് 2 വർഷമാവും. അമ്മ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസിൽ പോകുന്നുണ്ട്. അനിയനിപ്പോൾ BCA കഴിഞ്ഞു, ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു കോഴ്സിന് 1 ഇയർ ഡിപ്ലോമയ്ക്ക് ചേർന്നിട്ടുണ്ട്. അതാണ്. എവിടെ നിന്നാണ് ഈ ദേശസ്നേഹമൊക്കെ വരാനൊരു വഴി ഉണ്ടാവുമല്ലോ, പാഠപുസ്തകങ്ങളിൽ നിന്ന് അത്രത്തോളം കിട്ടില്ല. ദേശസ്നേഹം വന്ന വഴി എവിടെന്നാന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര പാട്രിയോട്ടിക് ആയിരുന്നു. അതായത് അച്ഛൻ എഴുതുന്ന പാട്ടുകളാണെങ്കിലും, അച്ഛൻ പഠിപ്പിക്കുന്ന ഡാൻസ് ആണെങ്കിലും, അച്ഛൻ കോറിയോഗ്രാഫി ചെയ്യുന്ന ഗ്രൂപ്പ് ഡാൻസുകളാണെങ്കിലും, അച്ഛൻ കുറേ വർഷം ഡാൻസ് ടീച്ചറായിട്ട് കടയിരിപ്പ് സെന്റ് പീറ്റേഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ സഹോദരിക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ മോസ്റ്റ് ഓഫ് ദി ടൈമും യൂസ് ചെയ്യുക ഇതുപോലത്തെ നാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സോങ്സ് ഒക്കെ എടുത്തിട്ടാണ് അച്ഛൻ. ഭയങ്കര പാട്രിയോട്ടിക് ആയിട്ടുള്ള ആളാണ് അച്ഛൻ. ഭയങ്കര പാട്രിയോട്ടിക് എന്ന് വെച്ചാൽ ഭയങ്കര പാട്രിയോട്ടിക് ആയിട്ടുള്ള ആളാണ്. അച്ഛനിൽ നിന്ന് കിട്ടിയതുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് വിദ്യാനികേതന്റെ സ്കൂളിലാണ്. ഞാൻ ഒരു 3rd സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചത്. പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ടോ അതോ ഒരു സ്കൂളിൽ തന്നെ? അല്ല, ഞാൻ LP പഠിച്ചത്, UKG പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ അവിടെ ഒരു പള്ളിയോട് ചേർന്നിരിക്കുന്ന സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3rd സ്റ്റാൻഡേർഡിലായി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നെ ഒരിക്കൽ കൊണ്ട് വേദപാഠ ക്ലാസ്സിൽ ചേർത്തു. അച്ഛനറിയാതെ. അച്ഛൻ എന്നെ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതിനെ ക്രിസ്ത്യൻ ആണല്ലേ? അപ്പൊ അച്ഛൻ എന്നെ വേദപാഠ ക്ലാസ്സിൽ ചേർക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ഒരു ദിവസം കൊണ്ട് എന്നെ വേദപാഠ ക്ലാസ്സിൽ ചേർത്തു. അപ്പോൾ അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അച്ഛൻ ഈ വേദപാഠ ക്ലാസ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ, സ്കൂള് പള്ളിയോട് ചേർന്നിരിക്കുന്നത്.
അപ്പം അച്ഛൻ ഇവിടെ നിന്ന് TC വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് വിവേകാനന്ദയിൽ വിദ്യാനന്ദൻ്റെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. മതം പഠിക്കണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. മതം പഠിക്കണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം പഠിച്ച് വളരട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അച്ഛൻ വിദ്യാനന്ദൻ്റെ സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അങ്ങനെ വിദ്യാനന്ദൻ്റെ സ്കൂളിലാണ് LP UP ചെയ്തത്. ഹൈസ്കൂൾ ചെയ്തത് മൂവാറ്റുപുഴ SNDP സ്കൂളിലാണ്. ഹയർ സെക്കൻഡറി ചെയ്തതും SNDP തന്നെ, മൂവാറ്റുപുഴ തന്നെ. അത് കഴിഞ്ഞ് ഡിഗ്രിയും PG ചെയ്തത് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃതമാണ് BA MA ചെയ്തത്. ഇപ്പോൾ B.Ed പഠിക്കുന്നു തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ ഇതാണ് ഒരു കൾച്ചർ ട്രഡീഷൻ പിന്തുടരാനുള്ള കാരണം. അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിലേക്ക് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ആണല്ലേ, അപ്പോൾ പൊളിറ്റിക്സ് ആണോ ഇനി ഭാവി, എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊളിറ്റിക്സിൽ വരണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊളിറ്റിക്സിൽ വന്നതല്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്ന് ചേർന്നതാണ്. ഈ പറഞ്ഞ പോലെ പാട്രിയോട്ടിസം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടും ബാലഗോകുലത്തിന് ശേഷം നേരെ എനിക്ക് ABPയിലോട്ട് പോകാനുള്ളൊരു ടൈം പീരീഡ് കിട്ടിയില്ല. അതിന് മുമ്പ് യുവമോർച്ചയിലേക്ക് പോയി. അങ്ങനെ യുവമോർച്ചയിൽ അല്ലെങ്കിൽ BJPയിൽ വന്നെത്തിയതാണ്. ഇനിയിപ്പോൾ നാളെ ഒരു പക്ഷേ അതിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറും. തിരിച്ച് ബാലഗോകുലത്തിലേക്ക് പോകേണ്ടി വന്നാൽ ബാലഗോകുലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ തിരിച്ച് ദുർഗാവാഹിനിയിലേക്ക് പോകേണ്ടി വന്നാൽ അവർ സമ്മതിച്ചാൽ ചിലപ്പോൾ അതിലേക്ക് പോയി. സംഘത്തിന് ഒരുപാട് വിവിധ ക്ഷേത്രങ്ങളുണ്ട്, എവിടെയാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്താൽ മതി. റോൾ മോഡൽ ആരാണ് പൊളിറ്റിക്സിൽ? പൊളിറ്റിക്സിൽ റോൾ മോഡൽ ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ ആരുടെയും പേര് പറഞ്ഞു ആർക്കും വഴക്കാവുണ്ട്. നമുക്ക് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് അങ്ങനെ നമ്മൾ കുറെ ആളുകളുണ്ട്. അതായത് പലർക്കും പല ശൈലിയാണ്. അപ്പോൾ പലതും നമ്മൾ പലരിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം സുരേന്ദ്രേട്ടനിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ ടൈമിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന പ്രഫുലേട്ടനിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിൻലേട്ടനിൽ നിന്ന് പഠിച്ചൊരു കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മനുച്ചേട്ടനിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ രാജീവ് ജി ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് പഠിക്കുന്ന സുരേഷ് ഏട്ടൻ ചെയ്യുന്ന പ്രവർത്തനം, അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിൻ റോൾ മോഡൽ എന്നും ഇഷ്ടമുള്ളൊരു പൊളിറ്റീഷ്യൻ ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ജിയാണ്. പിന്നെ PC ജോർജ്, അദ്ദേഹത്തെ എനിക്ക് കുഞ്ഞിലെ മുതൽ, അത് ഞാൻ BJPയിലേക്ക് വരുന്നതിന് മുന്നേ, BJP എന്താണെന്ന് പോലും അറിയുന്നതിന് മുന്നേ, ഞാൻ LP UP ഹൈസ്കൂൾ ആ ഒരു ടൈമിലൊക്കെ, അന്ന് ബാലഗോകുലമൊക്കെ ഉള്ളൂ. അന്ന് പാർട്ടിയോട് നമുക്ക് വലിയ കണക്ഷനില്ല. അന്ന് മുതലേ അന്നും ഇന്നും എന്നും എനിക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ PC ജോർജിന്റെ ഫാനാണ്. PC ജോർജ് ഫാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇതിൽ പലർക്കും പല പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചൊന്നും ലാഭേച്ഛയില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ. നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ലാഭേച്ഛയില്ലാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനും അവർക്കത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനും പറ്റുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്കതിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് എന്ത്, കാരണം നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ലാഭേച്ഛയും കൂടാതെ അവർക്ക് തിരിച്ചൊന്നും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെയും ഇത്രയും സുഖ സൗകര്യത്തിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഇന്നിവിടെ ജീവിക്കുന്നത്. ഇപ്പം സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. നല്ല ഹൈ സാലറിയിൽ ഹൈ പൊസിഷനിലിരുന്ന് നല്ലൊരു ജോലി പുറം രാജ്യത്ത് ചെയ്തിരുന്ന ഒരാളാണ്. ഇന്ത്യക്കൊരു പ്രശ്നം വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജോലി തന്നെ രാജിവെക്കുകയാണ്. അദ്ദേഹം അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെ പോവുക, അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വെറുതെ പോവുക. അദ്ദേഹത്തിൻ്റെ അത്രയും ഹൈ സാലറി വേണ്ടാന്ന് വെച്ചിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ സ്വരാജ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യും. ആ ന്യൂസ് പേപ്പറിലൂടെ എഴുതി ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം തന്നെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ ഇന്ത്യൻ സമൂഹം അടിമത്വത്തിൽ നിന്നെല്ലാം മാറി ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നത്. ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഛത്രപതി ശിവജി മഹാരാജ്, അതുപോലെ തന്നെ ഝാൻസി റാണി ആയിട്ടുള്ള ലക്ഷ്മിബായി, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് ഇത്രയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഝാൻസി റാണിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മാതൃകയാണ് ആക്ച്വലി എല്ലാവർക്കും. ഒരു കമന്റിൽ നിന്ന് എവിടം വരെ അല്ലെ, ഒരാൾ ഒരു ദേശവിരുദ്ധത കമന്റ് ഇടുന്നു, അയാളിപ്പോൾ UP ചുമത്തി ജയിലിലാവുന്നു. അപ്പോൾ ഏതൊരു നിസാരക്കാരനും ഒരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് അദീന ചെയ്തത്. കൺഗ്രാജുലേഷൻസ് അദീന. താങ്ക് യു.